സുല്ലമിമാർ പറഞ്ഞ അല്ല മുജാഹിദ് ഉസ്താദിന്റെ വിശ്വാസം. ഇനി അൽ-ബഖറ 102. അൽ-ബഖറ 102 എങ്ങനെയാണ് സിഹിർ ഫലിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന സിഹിറിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ആ രണ്ടുപേരിൽ നിന്നും മനുഷ്യർ പഠിച്ചിരുന്ന അറിവിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. അതേ മനുഷ്യനും അവന്റെ ഇണക്കുമിടയിൽ അഥവാ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രവും ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ഇത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണെന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ അതുമൂലം ഭാര്യ ഭർത്താക്കൾ പിണക്കവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? അതേ വമാഹും അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല. ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ സീർ വലിക്കുന്നത് കേട്ടോളി. അമാനിമോലി പറയാ, ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാകാം, ഉപകാരവും ഉപദ്രവവുമാകാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നതും. ഉദാഹരണമായി വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിനിടയാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും. അതേസമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല, സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം. സാഹിറിന്റെ കൈകൊണ്ടല്ല. ഇങ്ങനെ ഒരു ഏർപ്പാട് അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ്. മനുഷ്യൻ ഇങ്ങനെ പലവിധ പരീക്ഷണങ്ങളും ഇല്ലേ? ആ പരീക്ഷണങ്ങൾ കൂട്ടത്തിൽ പരീക്ഷണമായിട്ട് സിഹിർ നിലനിൽക്കുന്നു. അള്ളാഹ് നിശ്ചയിച്ച കാര്യകാരണങ്ങളിൽപ്പെട്ട അത് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമായി തന്നെ അമാനി മൗലവി സൂറത്തുൽ ബഖറ 102 വ്യാഖ്യാനത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മടുപ്പാകുമെന്നത് കൊണ്ട് ഞാൻ വായിക്കാതിരിക്കാണ്. അപ്പൊ സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. മാത്രല്ല സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഹിപ്നോട്ടിസം. പക്ഷെ ഈ സുല്ലമി പറയുന്നത് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ടെന്നാ. ഒന്ന് കേൾപ്പിച്ചു. ഹിപ്നോട്ടിസം ഇസ്ലാമികമായി തെറ്റാണോ? ഹിപ്നോട്ടിസം തെറ്റൊന്നുമല്ല. തെറ്റെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തുങ്ങാണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കരുത്. ദൈവമെന്നൊക്കെ പറയാം. സായിബാബ മാജിക്കോ ചെയ്യുന്നത് ദൈവമാവാം. ഹിപ്നോട്ടിസം എന്താ അങ്ങനെ ഉപയോഗിക്കാം, കേസ് അറിയിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? അതിൽ ജിന്നുമില്ല. അത് എനിക്കും പഠിച്ചു, ഞാൻ കുറെ പഠിച്ചതാ, പിന്നെ നിർത്തിയതാ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെണ്ണിനോടൊക്കെ സംസാരിക്കണം, മുഖത്ത് കൂടെ നോക്കിക്കൊണ്ട് നിൽക്കും, അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് അതിന്റെ ഊനതാണ് പഠിച്ചത്. കാരണം നമ്മളെ പോയിന്റിൽ തന്നെ അങ്ങനെ നോട്ടാതെ നിയന്ത്രിക്കണം. അത് മാനസികമാണ്. അതിൽ ജയിക്കാനോ ഭക്ഷണമില്ല, പഠിച്ചിന് വിരോധമില്ല, അതിലൂടെ ഉപയോഗിക്കാൻ നല്ലൊരു ഏർപ്പാടാണത്. എങ്ങനെയുണ്ട്? പഠിച്ചതിന് വിരോധമൊന്നുമില്ല, നല്ലൊരു ഏർപ്പാടാണത്. ഏത്? ഹിപ്നോട്ടിസം നല്ല ഏർപ്പാടാണെന്നാ സുല്ലമി പറയുന്നത്. പക്ഷേ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് അമാനി മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഈ അൽ-ബഖറ 102 വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്ക് നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ. മിക്കതിലും ഇസ്മിന്റെ പണി, തെൽസമാത്തി മുതലായ പേരുകൾ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാചി, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും എന്ന് മാത്രല്ല, ഇതിനെ ഇദ്ദേഹം പറയുന്നുണ്ട്, ആര്? ഉസ്മാൻ ഡോക്ടർ പറയുന്നുണ്ട്, സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്ത് ശീലിക്കണം, എന്നാൽ മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് അമാനി മൗലവിയും അതുപോലെ തന്നെ ഉസ്മാൻ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയാൻ നല്ലൊരു ഏർപ്പാടാണ്, ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യാ, ഞാൻ പെണ്ണുങ്ങളെ ഇങ്ങനെ നോക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പൊ ആണുങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ ഇപ്പോഴും ഇയാൾ എടുത്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ഇയാള് സിഹിറിന്റെ ഇനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഏതൊക്കെ ഇനി ഇയാൾ മറ്റൊന്നും പറഞ്ഞു കൊടുക്കും, ഇയാൾ സിഹിറിനെ പഠിച്ചിട്ടുള്ളതാണ്. അത് കാണിച്ചു കൊടുക്കും. ഇവിടെ മറ്റുള്ള സിഹിർ ചെയ്യുന്ന ആളുണ്ട്, ഓലെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാല്ലെങ്കിൽ നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാൻ അസ്മായുടെ കിതാബും തെൽസമാത്തിന്റെ കിതാബും ഓതി, എനിക്കറിയാം സിഹിർ ചെയ്യുന്ന രീതി. നിങ്ങളെക്കാൾ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്. തെൽസമാത്തിന്റെ കിതാബം വായിച്ചിട്ടുണ്ട്, അസ്മായുടെ കിതാബം വായിച്ചിട്ടുണ്ട്. സിഹിർ ചെയ്യുന്ന ഏർപ്പാട് എനിക്കറിയാം, അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാട് എന്നുള്ളത്.
അപ്പൊ സിഹിറും മൂപ്പർക്കറിയാം. സിഹിറിന്റെ ഇസ്ലാമിന്റെ വിധി എന്താ? സിഹിർ പഠിച്ചോ കാഫിറാണെന്നാ. മനസ്സിലായില്ലേ? സിഹിർ പഠിക്കാൻ തന്നെ പാടില്ല. സിഹിർ പഠിച്ചോ കാഫിറാണെന്നാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇയാളെ കൊല്ലും. സിഹിർ പഠിച്ചു എന്ന് പറഞ്ഞിടന്ന എന്നിട്ട് അയാൾ അഭിമാനത്തോടെ പറയാ, എനിക്കും അറിയാ, ഞാനും പഠിച്ചുണ്, ഞാൻ ഇസ്മിന്റെ കിതാബൊക്കെ ഓതിയാണ്. ഇതെന്തിനാ പറയണത്? സിഹിർ പലിക്കൂന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. എനിക്ക് ചെയ്യും. പണ്ട് നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഈ സുല്ലമിന്റെ വിവരക്കേട് സത്യാധികാരിച്ച കാലത്ത്. അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ചെയ്താൽ നമ്മൾ കാഫിറാവൂലേ? നമ്മൾ ചെയ്ത് തെളിയിച്ചു കൊടുക്കണം. നിങ്ങൾ തെളിയിക്കും. മർക്കസ് ദഅവയില് സിപിയും മടവൂരും എല്ലാവരും വന്നിരിക്കുക. ലോകത്തറിയപ്പെട്ട സാഹിത്യങ്ങളെ കൊണ്ടുവരാ. എന്നിട്ട് വീസി കുട്ടികളൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് ഭയങ്കര സിഹിറി ആയിരിക്കുക. എന്നിട്ട് ഒന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. സുല്ലമി കണ്ടോ നിങ്ങൾ തെളിയിച്ചോളി, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല. ഞങ്ങൾക്ക് സീറന്മാരെ കൊണ്ടുവരുന്ന ഏർപ്പാടില്ല, സീറന്മാരായിട്ട് ബന്ധപ്പെടുന്ന പണിയില്ല. ഇയാൾ വിശ്വസിച്ചിരിക്കും. നമ്മക്കെന്താ? നമ്മൾ കാഫിറാണെന്നാലേ ഇയാൾ വിശ്വസിക്കുള്ളൂ. നമ്മൾ സീർ ചെയ്യണം, അത് നമ്മൾ സീർ ചെയ്യിക്കണം. എന്നിട്ട് ഇയാൾക്ക് പരിക്കൂലെന്ന് തെളിയിച്ചു കൊടുക്കണം. ഇയാൾ വിശ്വസിച്ചിരി അമ്മക്കെന്ത് ചെയ്തം പോയിക്കോട്ടെ നരകത്തേക്ക്, നമ്മക്കെന്താ? എന്നിട്ട് പറയാണ് ഞാൻ പഠിച്ചു. അപ്പൊ സിഹിറും പഠിച്ചിന് ഇയാള്. അതുപോലെ തന്നെ ഹിപ്നോട്ടിസത്തെ കുറിച്ച് ഉസ്മാൻ ഡോക്ടർ പറഞ്ഞോ. പക്ഷേ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഹിപ്നോട്ടിസം പഠിക്കുവാൻ സ്വയം ഹിപ്നോട്ടൈസ് ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. ഇതും സന്യാസത്തിലെ യോഗവിദ്യയും വളരെ സാദൃശ്യമുണ്ട്. പൗരാണികരും ആധുനികരുമായി ഋഷിമാരും സൂഫികളും അനുഷ്ഠിച്ചിരുന്ന സാധനങ്ങളെ പാശ്ചാത്യരുടെ സെൽഫ് ഹിപ്നോട്ടിസവുമായി താരതമ്യ പഠനം നടത്തിയാൽ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ടുള്ളൂ. പാശ്ചാത്യർ ഉപബോധ മനസ്സ് എന്ന് പറയുന്നതിനെ ആത്മാവായും പരമാത്മാവായും ദൈവമായും ഋഷികളും സൂഫികളും മനസ്സിലാക്കി എന്നതാണ് ആ വ്യത്യാസം. ശാസ്ത്രം കലക്കി കുടിച്ച് കമ്മ്യൂണിസം കലക്കി കുടിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളായി അദ്ദേഹം പറയുന്നു ഇത് ശരിയായ ഏർപ്പാടല്ല, ഹിപ്നോട്ടിസം തെറ്റാണ്. അമാനി പോലെയും പറയുന്നു. ഇയാള് പറയുന്നു അതൊക്കെ എനിക്കറിയാം, ദൈവനൊന്നും ബാധിക്കാൻ ഞാൻ മതി, നല്ല ഏർപ്പാടാണ്, പഠിച്ചോളി, ഞാനും പഠിച്ചാണ്. പക്ഷെ പെണ്ണുങ്ങളെ നോക്കേണ്ടത് നിർത്തിയതാണ്, ആണുങ്ങളെ പണിക്ക് ഞാൻ ചെയ്തുതരാ. എങ്ങനെയുണ്ട്? ഇനി അതല്ല, പിന്നെ ഇയാൾ പഠിച്ചുണ്ട്. ഒന്നുകൂടി പറഞ്ഞു, കണ്ണേർ. ഇയാൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഭയങ്കര പൂതിയാണ്. ഇത്ര പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. ഒന്ന് കാണിച്ചു കൊടുത്താൽ എനിക്ക് കുറെ ആളുകളെ എനിക്ക് കണ്ണേർ വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പീഡനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ശിർക്കും വിധത്ത് പ്രസംഗിച്ചെടുക്കുകയാണ്. പക്ഷെ പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. എങ്ങനെയുണ്ട്? കണ്ണേർ വലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാൾ ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളതെന്ന് സമ്മതിക്കുകയാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്. പക്ഷെ ഇയാള് കാന്തപുരത്തി മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട്ട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് പിടിച്ചെന്ന് പേടിച്ചിട്ടാണ്.